ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എല്ലാ അർത്ഥത്തിലും സുതാര്യമാണ് എന്തായിരുന്നു വാദം. സ്പോൺസർമാരിൽ നിന്ന് പണം സമാഹരിക്കും, മാത്രമല്ല കോടതിയെ ബോധ്യപ്പെടുത്തും, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തും. പക്ഷെ ഇതൊന്നും ബോധ്യപ്പെടുന്ന കണക്കുകളല്ലല്ലോ. യഥാർത്ഥത്തില് സ്പോൺസർമാര് മുഴുവൻ ഉണ്ടെന്നും അതിന്റെ അയ്യപ്പ സംഗമത്തിന്റെ സർക്കാരിന്റെ ചെലവൊന്നും ഉണ്ടാവില്ലെന്നും ദേവസ്വം ബോർഡിനെ ആ കാര്യത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവിടുന്നെല്ലാം നേരെ മാറിയെന്ന് മാത്രമല്ല, ഗവൺമെന്റിന്റെ പണം അതിന് മുടക്കി എന്നുള്ള നില വന്നു. അങ്ങനെ പണം മുടക്കുമ്പോൾ നമുക്കൊരു ചോദ്യം, ദേവസ്വം ബെഞ്ചുണ്ട്, ഹൈക്കോടതി നിയമിച്ചിട്ടുള്ള ദേവസ്വം ബെഞ്ച്. ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു കാര്യമായ ഒരു തുക മുടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ദേവസ്വം ബെഞ്ചിന്റെ ഒരു പെർമിഷൻ വേണ്ടേ. രണ്ട്, ആ പെർമിഷൻ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് റാറ്റിഫിക്കേഷൻ നടത്തണ്ടേ, എടുത്ത തീരുമാനം റാറ്റിഫൈ ചെയ്യണ്ടേ. അതൊന്നും ചെയ്യാതെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള തുക കൂടി എടുക്കേണ്ടി വന്നു എന്ന് പറയുന്നത് ആദ്യം കൊടുത്ത ഉറപ്പുകൾക്ക് നേരെ വിരുദ്ധമാണ് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തന്നെ വലിയ അത്യാവശ്യമുള്ള കേസല്ല എന്ന് പിന്നീട് സംഘാടകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സംഗമം നടത്തി, പണമൊന്നും തൊടില്ലാന്ന് പറഞ്ഞു, പക്ഷെ പണപ്പിരിവ് നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ സ്പോൺസർമാരെ കണ്ടിട്ടുണ്ട്. സ്പോൺസർമാരെ കൂടി സഹായിച്ചിട്ടും തീരാത്ത മാതിരി കടം വന്നതുകൊണ്ട് അത് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുമുണ്ട്. അതിനാണ് ഓഡിറ്റ് ഒബ്ജക്ഷൻ എന്ന് പറയുന്നത്. ഇറഗുലർ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. റെഗുലർ ആണെന്നൊരിക്കൽ കറക്റ്റായി പോകും. ഇറഗുലാരിറ്റി എവിടെ വന്നാലും അത് കറക്റ്റ് അല്ല. അതുകൊണ്ട് ആ തെറ്റെങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കും എന്നുള്ള ക്വസ്റ്റ്യനുണ്ട്. ജനങ്ങൾ ഈ കാര്യത്തിൽ വളരെ കുണ്ഠിതരുമാണ്.